ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് പൈൽ റീഡിംഗ് ആണ്. അപ്പം കുറച്ച് പേരെന്നോട് ചോദിച്ചിരുന്നു പൈൽ റീഡിംഗ് ചെയ്യാമോ എന്ന്. കാരണം നമ്മൾ ഒരു റീഡിംഗ് മാത്രം ഇടുന്ന സമയത്ത് എല്ലാവർക്കും അത് റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പം അതായിരിക്കും നിങ്ങൾക്കുള്ള റീഡിംഗ് ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ഉടനെ അത് സെലക്ട് ചെയ്യേണ്ടതില്ല. നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഒരു കളർ സെലക്ട് ചെയ്യുക, അതായിരിക്കും നിങ്ങൾക്കുള്ള റീഡിംഗ് ആയിട്ട് വരുന്നത്. ഇനി ആ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങൾക്കത് റെസൊനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത ആ ഒരു വീഡിയോയും കൂടി കാണാവുന്നതാണ് കേട്ടോ. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി സമയം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. ഇവിടെ ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് ഗ്രീൻ, സെക്കൻഡ് പൈൽ ബ്ലൂ ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ആദ്യത്തെ പൈലായിട്ടുള്ള ഗ്രീൻ കളറാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, അവർക്ക് നിങ്ങളോടുള്ള തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, ദി ചാരിയറ്റ്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം ഈ ഒരു പേഴ്സൻ്റെ എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയ ഒരു പേഴ്സൺ ആയിരിക്കും. നിങ്ങൾ അത്രത്തോളം വളരെ പ്രിയപ്പെട്ടതായി കണ്ട ഒരു പേഴ്സൺ ആയിരിക്കാം. ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം നിങ്ങളുമായിട്ട് ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ടാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുക്കമാണ് എന്നുള്ളൊരു എനർജിയാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയം ചിന്തിക്കുന്നത്. കാരണം ആ ഒരു പേഴ്സൺ ഒരു പ്രതീക്ഷയുണ്ട്, ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നത്. പാസ്റ്റിനെ ഓർത്ത് വളരെയധികം വിഷമമുണ്ട്. നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ലായിരുന്നു എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ വിഷമിക്കേണ്ടി വരുന്നത്. അപ്പം അത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് തിരികെ വരണം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഹാപ്പി ഫാമിലി ലൈഫ് അത് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരുടെ പേഴ്സൻ്റെ എനർജി, ആ ഒരു വ്യക്തി തിരികെ വരുന്നതാണ് നിങ്ങളുടെ അരികിലേക്ക്. കാരണം എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും ഒരു ഹോപ്പ് വെക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരു പ്രതീക്ഷ വെക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കണം എന്നുള്ളത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ആ ഒരു പേഴ്സണ് തിരിച്ചറിവ് വന്നിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, പാസ്റ്റിൽ തന്നെ ആ ഒരു വ്യക്തി സ്റ്റക്കാണ്. നിങ്ങളെ നഷ്ടമാക്കിയതിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ തിരികെ വരുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നു. ഇനി ആര് തടസ്സമായിട്ട് നിന്നാലും നിങ്ങളുടെ അരികിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം ഈ ഒരു പേഴ്സൺ എടുത്തതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് 10 ഓഫ് കപ്സ് ആണ്. നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരുന്നതാണ്. ഇനി സെക്കൻഡ് പൈലായ ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമേ തന്നെ നമുക്ക് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഹൈഡ് ചെയ്ത് പിടിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഈ ഒരു വ്യക്തി മറുപടി പറയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്തൊക്കെ ഒളിപ്പിക്കുന്നുണ്ട് എന്നോട് എന്നുള്ളത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി അനുസരിച്ച് ഈ ഒരു വ്യക്തി സൈലൻ്റ് ആണ്. എല്ലാം ഉള്ളിൽ ഒളിപ്പിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ. അവർ ഈ ഒരു സമയം സൈലൻ്റ് ആണെങ്കിലും നിങ്ങളോട് മനസ്സ് തുറക്കുന്നില്ലെങ്കിലും നമുക്ക് അവരുടെ ഫീലിങ്സ് നോക്കാം.
ഈ ഒരു സ്പ്രെഡ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ബോട്ടം ഓഫ് ദി ഡെക്ക് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നു. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഇമോഷൻസ് എല്ലാം തന്നെ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇമോഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇമോഷൻസ് ഉണ്ട്, പക്ഷേ ഈ ഒരു വ്യക്തി കാര്യങ്ങളെ ജഗ്ല് ചെയ്യുകയാണ്. ഒന്നുകിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പം എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് എനർജിയാണ് കാണുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് വേണ്ടതല്ലേ. അതായത് നിങ്ങൾ അമിതമായിട്ട് ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ആ ഒരു വ്യക്തി തിരിച്ച് നിങ്ങൾക്ക് അതേ അളവിലുള്ള ആ ഒരു സ്നേഹം തരുന്നുണ്ടാവില്ല. അപ്പം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം അതിനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഫിനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം. മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് സ്റ്റക്കാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം. എന്നാലും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചിലേക്ക് മാറുന്നതാണ് കാണുന്നത്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എല്ലാം തന്നെ അവർ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും, വൈകാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരുന്നതാണ്. കാരണം നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം എന്തായാലും ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നു. പക്ഷേ ഈ ഒരു പേഴ്സൺ തൻ്റെ ഇമോഷൻസ് ഒന്നും തന്നെ ഇപ്പോൾ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം, പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അപ്പം എന്തായാലും ഒന്നുകിൽ ആ ഒരു പേഴ്സൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കാം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പം അത് ആ ഒരു ബുദ്ധിമുട്ട് മാറുന്ന ഒരു സമയമാണ്. അപ്പം അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ആ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരുന്നു. അപ്പം എന്തായാലും ഇവിടെ ഒരു ഇംബാലൻസ് എനർജിയാണ് കേട്ടോ. നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, പക്ഷേ ആളതൊന്നും പ്രകടിപ്പിക്കാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഒരുക്കമല്ല, പൂർണ്ണമായിട്ട് നിങ്ങളോട് മനസ്സ് തുറക്കുന്നുണ്ടാവില്ല. അത് അവരുടെ ലൈഫിൽ നേരിടുന്ന ഇപ്പോഴത്തെ ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് കേട്ടോ. അപ്പം ഒന്നുകിൽ ഇത് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. അങ്ങനെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണെന്നെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് എന്തായാലും ഉണ്ടാകും എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സ് എനിക്ക് തരുന്നത്.